മനുഷ്യൻ്റെ ഹൃദയം അഷദ്ദു ഇൻഖിലാബൻ മിനൽ ഖിദർ ഇദ ജ്തമഅത് ഗലിയ. ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചു. അങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് വെള്ളം ഇളകി മറയുന്നത് എപ്രകാരമാണോ അതുപോലെ മനുഷ്യൻ്റെ ഹൃദയം അതിനേക്കാൾ ശക്തമായി ഇളകി മറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് സ്റ്റേബിളായി നിൽക്കൂല. അത്രയും പതച്ച വെള്ളം പാത്രത്തിൽ സ്റ്റേബിളായി നിൽക്കാത്തതുപോലെ ഇളകി മറയുന്നത് പോലെ മനുഷ്യൻ്റെ ഹൃദയം ഇളകി മറഞ്ഞുകൊണ്ടേയിരിക്കും. സെക്കൻഡുകൾ മതി അവൻ്റെ മനസ്സിലെ ചിന്തകൾ മാറാൻ. മിനിറ്റുകൾ കൊണ്ട് അവൻ്റേതായ തീരുമാനങ്ങളൊക്കെ മാറ്റിയേക്കാം. അത്രയും ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഹൃദയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്നദിൽ തന്നെ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ റഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഅസഹു ഇല സ്സമാഇ ഇല്ലാ ഖാൽ യാ മുസർരിഫൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ തഅതിക്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിൻ്റെ റസൂല് ആകാശത്തേക്ക് നോക്കുമ്പോഴൊക്കെ ദുആ ചെയ്യും. ശരിക്കും ശ്രദ്ധിക്കുക. മാ റഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഅസഹു ഇല സ്സമാഇ ഇല്ലാ ഖീൽ എന്നാണ്. ആകാശത്തേക്ക് നോക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന അള്ളാഹുവേ. സർറഫ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചുവിടലാണ്. ഒരു തോട്ടിൽ നിന്ന്, ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറലാണ് തസറുഫുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ. അത് ചെയ്യുന്നവൻ അള്ളാഹുവാണ്. യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ തഅതിക്, നിന്നെ അനുസരിക്കുന്ന വിഷയത്തിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. കാരണം ഹലാലിൽ നിന്ന് ഹറാമിലേക്ക് പോകുന്നതിൽ നിന്നും, അതേപോലെയുള്ള തിന്മകളിലേക്ക്, തൗഹീദിൽ നിന്ന് ഷിർക്കിലേക്ക് പോകുന്നതിൽ നിന്ന്, സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് പോകുന്നതിൽ നിന്ന്, സൽസ്വഭാവത്തിൽ നിന്ന് ദുസ്വഭാവത്തിലേക്ക് പോകുന്നതിൽ നിന്ന്, അങ്ങനെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് ഹൃദയത്തെ തിരിച്ചുവിടുന്ന അവസ്ഥയിൽ നിന്ന് റബ്ബേ നീ എന്നെ കാക്കണം, നിന്നെ അനുസരിച്ചുകൊണ്ട് എന്നും നിലകൊള്ളുവാൻ നീ എന്നെ സഹായിക്കുകയും വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിരുന്നു.